ഹലോ കൂട്ടുകാരെ, മഴതോരും മുൻപേയുടെ നാളത്തെ എപ്പിസോഡിൽ ബാലചന്ദ്രൻ പുനലൂരിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വന്ന പാടെ നമ്മുടെ വൈജയന്തി ചോദ്യം ചെയ്യാൻ നിൽക്കുകയാണ്. ഇത്ര ദിവസം എവിടെയായിരുന്നു, എന്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വരുന്നത് എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രനെ ചോദ്യം ചെയ്യുമ്പോൾ ബാലചന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാനും ഇതുപോലെ തന്നെ നിന്നോട് ചോദിക്കണ്ടേ, നീയും ഇത്ര ദിവസം എവിടെയായിരുന്നു എന്ന്. അപ്പോൾ ബാലചന്ദ്രനോട് വൈജയന്തി പറയും, അതെന്താ ഒരു കുത്തി പറയുന്നത് പോലെ എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, എന്തൊക്കെ രഹസ്യങ്ങളാണ് കുഴിച്ചു മൂടിയിട്ടുള്ളതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറയണം. ഇതേ സമയം ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ബബിതയും കൃഷ്ണജയും നിൽക്കുന്നത്. കൃഷ്ണമ്മോള് പറയും, ഇത്രയും ദിവസത്തിന് ശേഷം അമ്മ തിരിച്ചു വന്നിട്ട് അമ്മ പ്രശ്നം ഉണ്ടാക്കാനാണ് വന്നത് വെച്ചെങ്കിൽ അമ്മ വരേണ്ടിയിരുന്നില്ല. ഇത്രയും ദിവസത്തിന് ശേഷം ഇങ്ങനെ തിരിച്ചു വരുന്ന ഒരു ഭാര്യനെ അച്ഛൻ വീട്ടിൽ കയറ്റിയത് തന്നെ വലിയ സംഭവമാണ്. ഞാനെങ്ങാനും ആണെച്ചെങ്കിൽ ആ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരാൻ പോലും ഞാൻ അനുവദിക്കില്ലായിരുന്നു എന്ന് കൃഷ്ണ വൈജയ്ക്ക് നല്ല കുറുക്കി കൊള്ളുന്ന മറുപടി പറയുകയാണ്. അപ്പോൾ ആകെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് വൈജ നിൽക്കുന്നത്. അതുപോലെ ബബിതയും വൈജയനായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ബബിതയെ കൃഷ്ണമോൾ ജൂനിയർ വൈജയന്തി എന്നാണ് പറയുന്നത്. സീനിയർ വൈജയന്തിയും ജൂനിയർ വൈജയന്തിയും തമ്മിൽ വീണ്ടും അടി കൂടാൻ തന്നെയാണോ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് കൃഷ്ണമോൾ കളിയാക്കുന്നുണ്ട്. പിന്നെ രേവതിക്കുട്ടീനെ അലീനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് എൻ്റെ സ്വന്തം പപ്പയുടെ വീട്ടിലാണ്, അതായത് സ്റ്റാൻലി ജോസഫിൻ്റെയും വൈജയന്തിയുടെയും മകളാണ് ഞാൻ എന്ന് പറയുകയാണ്. ഞാനിപ്പോൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്, അദ്ദേഹത്തിന് അറിയാം ഞാൻ മകളാണെന്ന്. അപ്പോൾ രേവതിക്കുട്ടിക്കും ആകെ ഭയം തോന്നും. കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, അതായത് കുറേ പ്രശ്നങ്ങൾ വൈജയന്തിയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് പുറമെ ഇനി സ്റ്റാൻലിയുടെ വീട്ടിലുണ്ടാവുമല്ലോ എന്ന് പേടിച്ചാണ് നമ്മുടെ രേവതിക്കുട്ടി നിൽക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിലെ സ്റ്റാഫുകൾ, അതിൽ ബൈജു എന്ന് പറയുന്ന സ്റ്റാഫ് പറയും, ആൻ്റപ്പൻ ചേട്ടാ, ഇത് ഇങ്ങനെ വന്ന് ഈ പെൺകുട്ടി നിൽക്കുന്നത് ഔതക്കുട്ടിച്ചായനെ അറിയില്ലല്ലോ, ഔതക്കുട്ടിച്ചായനെ വിളിച്ച് വിവരം പറ, ഈ പെൺകുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നത്, ബാക്കിയൊക്കെ അദ്ദേഹം നോക്കിക്കോളും എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ജോലിക്കാർ ഔതക്കുട്ടിച്ചായനെ വിളിച്ചിട്ട്, അതായത് സ്റ്റാൻലിയുടെ അപ്പനെ വിളിച്ചിട്ട് വിവരം പറയുകയാണ്. അങ്ങനെ സ്റ്റാൻലിയുടെ അപ്പൻ വളരെ ദേഷ്യത്തിൽ അലീനയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് വരികയാണ്, പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. അങ്ങനെ അലീനയെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഔതക്കുട്ടിച്ചായ. കാരണം എന്താണെന്ന് വെച്ചാൽ ഔതക്കുട്ടിച്ചായൻ്റെ ഭാര്യയുടെ അതേ മുഖച്ഛായ തന്നെയായിരിക്കും അലീനയ്ക്ക്. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ്.